everyone, our topic is array operations. We already discussed two basic operations of arrays, which are extraction and storing. Now we are discussing some more operations of the array. Of this, first one is insertion. Insertion means adding a new element at a particular position in the array. അറേയിലെ ഒരു പ്രത്യേക പൊസിഷനിലേക്ക് ഒരു പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻസേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടു ഡു ദിസ് ഓപ്പറേഷൻ വി റിക്വയർ മെയിൻലി ടു ആർഗ്യുമെൻറ്റ്സ്. വൺ ഇസ് എ പൊസിഷൻ. പൊസിഷൻ മീൻസ് ദ പൊസിഷൻ വേർ വി വോണ്ട് ടു ഇൻസേർട്ട്, ആൻഡ് ദ എലമെൻറ്റ്. എലമെൻറ്റ് ഇസ് റെപ്രസെൻറ്റ്സ് ദ ന്യൂ എലമെൻറ്റ് ടു ബി ഇൻസേർട്ടഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇൻസേർഷൻ ആവശ്യമുള്ളത്. Actually, placing an element at a particular position is very easy. But the problem is, there will be a previous element at that position. And if you simply insert the new value, the old value or previous value will be lost. അവിടെ മുമ്പുണ്ടായിരുന്ന വാല്യൂ നഷ്ടപ്പെട്ടു പോകും. We never want to do so and so. നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് എന്താ വേണ്ടത്? വി വോണ്ട് ടു ആഡ് എ ന്യൂ എലമെൻറ്റ്, അറ്റ് ദ സെയിം ടൈം വി വോണ്ട് ടു മെയിൻറ്റെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് ദ ഒറിജിനൽ അറേ. ഒറിജിനൽ അറേയിലത്തെ എല്ലാ എലമെൻറ്റ്സിനെയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പുതിയൊരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഉണ്ട് ഇവിടെ. ആ എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഹിയർ വി ഹാവ് ആൻ അറേ എ. നോക്കിക്കോളൂ, ദർ ആർ 5 ലൊക്കേഷൻസ്. അതായത് ഈ അറേയുടെ മാക്സിമം സൈസ് 5 ആണ്. ഓഫ് ദിസ് ഓൺലി 4 എലമെൻറ്റ്സ് ആർ നൗ പ്രസൻറ്റ് ഇൻ ദ അറേ. ഈ അറേയിൽ ഇപ്പോൾ 4 എലമെൻറ്റ്സേ ഉള്ളൂ. ഇനി നമ്മൾ ഈ അറേയിലേക്ക് ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈസ് ദർ ഇനഫ് സ്പേസ് ടു ഹോൾഡ് ദിസ് ന്യൂ എലമെൻറ്റ്? ഈ അറേയിൽ പുതിയ എലമെൻറ്റ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കണം. ഈ സന്ദർഭത്തിലുണ്ട്. കാരണം അറേയുടെ മാക്സിമം സൈസ് കുട്ടികളെ 5 ആണ്. ഓൾറെഡി 4 എലമെൻറ്റ്സ് മാത്രമേ അറേയിലുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു സ്പേസും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അറേ ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് ഈ കാര്യമാണ്, സ്പേസ് ഉണ്ടോ ഇല്ലയെന്നാണ്. സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻസേർഷൻ സാധിക്കില്ല. ഇതിൽ നമുക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 3 പാരാമീറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് അറേയുടെ പേര് തന്നെയാണ്. ഇത് പൊസിഷൻ, അതായത് രണ്ടാമത്തെ പൊസിഷനിലേക്ക് 15ാമത്തെ എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടത്? ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടത്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ പൊസിഷനിലേക്ക് 15 ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള 20 എന്നുള്ള എലമെൻറ്റ് നഷ്ടപ്പെട്ടു പോകും, ഡിലീറ്റഡ് ആയി പോകും. സോ ബിഫോർ ഇൻസേർട്ടിങ് വാല്യൂ 15 യു ഹാവ് ടു ഷിഫ്റ്റ് 20. 20 നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക? വി ക്യാൻ ഷിഫ്റ്റ് ടു ദ റൈറ്റ്. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ ഓൾറെഡി അവിടെ ഏത് എലമെൻറ്റ് ഉണ്ട്? 30 ഉണ്ട്. ആ 30 നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ 20 ഷിഫ്റ്റ് ചെയ്യണതിന് മുമ്പായിട്ട് 30 ഷിഫ്റ്റ് ചെയ്യണം റൈറ്റിലേക്ക്. 30 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 40 നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആദ്യം ഷിഫ്റ്റ് ചെയ്യേണ്ടത് 40 ആണ്. അതായത് 40 എന്നുള്ള എലമെൻറ്റിനെ 4ൽ നിന്ന് 5ലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 30 എന്നുള്ള എലമെൻറ്റിനെ 3ൽ നിന്ന് 4ലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 20 എന്നുള്ള എലമെൻറ്റിനെ 2 എന്നുള്ള 3ലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ 3 ഷിഫ്റ്റുകൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ പൊസിഷനിലേക്ക്, ഡിസൈഡ് ആയിട്ടുള്ള പൊസിഷനായിട്ടുള്ള 2ലേക്ക് നമ്മുടെ എലമെൻറ്റ് 15 ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ആഫ്റ്റർ ഇൻസേർഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കിക്കോളൂ, സെക്കൻഡ് പൊസിഷനിൽ 15 വന്നു, സെക്കൻഡ് പൊസിഷനിലുണ്ടായിരുന്നു 3rd പൊസിഷനിലായി, 3rd പൊസിഷനിലുണ്ടായിരുന്നു 4th-ലായി, 4th-ലുണ്ടായിരുന്നു 5th-ലായി. സോ അൾട്ടിമേറ്റ്ലി ടു ഡു ഇൻസേർഷൻ വി ഹാവ് ടു ഡു ഷിഫ്റ്റിംഗ്. ഏത് ഷിഫ്റ്റിംഗ് ആണ്? റൈറ്റ് ഷിഫ്റ്റിംഗ്. റൈറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഒരു ith പൊസിഷനിലത്തെ ഒരു എലമെൻറ്റിനെ i+1ലേക്ക് നമ്മൾ സിംപ്ലി മൂവ് ചെയ്യണത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇൻസേർഷൻ ചെയ്യണത് മുമ്പായിട്ട് നമുക്ക് എലമെൻറ്റ്സിനെ എന്ത് ചെയ്യണം? റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. റൈറ്റ് ഷിഫ്റ്റ് ഷുഡ് ബിഗിൻ ഫ്രം ദ ലാസ്റ്റ് എലമെൻറ്റ്. എവിടെ നിന്നാണ് റൈറ്റ് ഷിഫ്റ്റ് തുടങ്ങേണ്ടത്? ലാസ്റ്റ് എലമെൻറ്റിനെയാണ്. അത് ലാസ്റ്റ് എലമെൻറ്റിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, പിന്നെ അടുത്ത സെക്കൻഡ് ലാസ്റ്റിനെ, അങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത്. അങ്ങനെ റൈറ്റ് ഷിഫ്റ്റുകൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പൊസിഷനിൽ നമ്മുടെ എലമെൻറ്റിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. ഇനി നമുക്കിതിന് ചെറിയൊരു അൽഗോരിതം ഉണ്ട്. അൽഗോരിതം നമുക്ക് നോക്കാം. അൽഗോരിതം ഒരുപാട് ഫോർമൽ അല്ല, ഇൻഫോർമലാണ്. കുറച്ച് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് സാമ്യമുള്ളതുപോലെയാണ് അൽഗോരിതം നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓൾറെഡി
let A be an array with n elements and this algorithm inserts an element ELT at the position POS. നോക്കൂ, നമ്മളിവിടെ 4 ആർഗ്യുമെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ലാസ്റ്റ് നിന്നല്ലേ ഷിഫ്റ്റിംഗ് നടത്തേണ്ടത്. അപ്പോൾ ഓൾറെഡി എത്ര എലമെൻറ്റ്സ് അരയിലുണ്ടെന്ന് അറിയണം. എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ ഞാൻ ഈ എന്നൊന്നും പറഞ്ഞില്ല. കാരണം ജനറൽ ആയിട്ടൊരു അരയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ 2 ആർഗ്യുമെൻറ്റ്സേ ആവശ്യമുള്ളൂ. ഒന്ന് പൊസിഷനും ഒന്ന് എലമെൻറ്റും. കൃത്യമായിട്ട് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴാണ് ഒരു അരയിലേക്ക് ഇൻസേർഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരയുടെ നമ്പർ കറൻ്റ്ലി എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇൻസേർട്ട് എന്നുള്ള ഓപ്പറേഷനിൽ എന്ത് വന്നത്, 4 ആർഗ്യുമെൻറ്റ്സ് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇൻസേർഷൻ എങ്ങനെയാണ് ചെയ്യണത്, ഷിഫ്റ്റിംഗ് വഴിയാണ് ഇൻസേർഷൻ ചെയ്യണത്. റൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യണത്. അപ്പം നമുക്ക് കുറച്ച് റൈറ്റ് ഷിഫ്റ്റുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇൻസേർട്ട് ചെയ്യണത്. അപ്പം ഈ റൈറ്റ് ഷിഫ്റ്റുകൾ ചെയ്യാൻ ഒരു കാര്യം പലതവണ ചെയ്യണം. നമുക്കൊരു ലൂപ്പ് സ്ട്രക്ചർ വേണം. ഏറ്റവും നല്ല ലൂപ്പ് സ്ട്രക്ചർ 4 ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4 ലൂപ്പ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക, വെൻ വി നോ ദ നമ്പർ ഓഫ് ഐട്രേഷൻസ് ഇൻ അഡ്വാൻസ്. എത്ര തവണ ചെയ്യണം എന്ന കാര്യം മുന്നേ കൂട്ടി അറിയുമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ് സൗകര്യപ്രദമായിട്ടുള്ള ലൂപ്പ് സ്ട്രക്ചറാണ് 4 ലൂപ്പ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്ര എലമെൻറ്റ്സ് ആണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന്. ലാസ്റ്റ് മുതൽ ആ പൊസിഷനിലുള്ള എലമെൻറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 4 ലൂപ്പിൽ 4 i is equal to n, i greater than or equal to പൊസിഷൻ i മൈനസ് മൈനസ്. ആദ്യം ലാസ്റ്റ് എലമെൻ്റ് ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. പൊസിഷനിൽ എലമെൻറ്റും കൂടെ ഷിഫ്റ്റ് ചെയ്യണം. i ഓരോ തവണയും ഇവിടെ ഡിക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈച്ച് ith എലമെൻറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു ദ റൈറ്റ്. റൈറ്റിലേക്ക് ഓരോ എലമെൻറ്റ് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. ഈ 4 ലൂപ്പിൽ ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ലൂപ്പ് ഇവിടെ കേളി ബ്രേസസ് ഒന്നും ഉപയോഗിക്കാഞ്ഞത്. ഈ 4 ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷനിലുള്ള അടക്കം എല്ലാ എലമെൻറ്റ്സും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഡിസൈഡ് പൊസിഷൻ ഫ്രീ ആയിട്ടുണ്ടാവും. ആ ഡിസൈഡ് പൊസിഷനിലേക്ക് നമ്മുടെ ഈ എലമെൻറ്റിനെ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ഇൻസേർഷൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് n എന്നുള്ളത് n+1 ആക്കി കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇൻസേർഷൻ എന്നുള്ള ഓപ്പറേഷൻ. ഇതാണ് ഇതിൻ്റെ അൽഗോരിതം ഞാൻ പറഞ്ഞു കുറച്ച് C പ്രോഗ്രാമിനോട് സാമ്യമുള്ളതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഓപ്പറേഷനാണ് ഡിലീഷൻ. നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് ഡിലീഷൻ. നമുക്ക് നോക്കാം. ഡിലീഷൻ മീൻസ് റിമൂവിങ് ആൻ എലമെൻറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ ഇൻ ദ അറേ. അറേയിൽ ഒരു പ്രത്യേക പൊസിഷനിലത്തെ ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡിലീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടു ഡു ദിസ് ഓപ്പറേഷൻ ഇറ്റ് റിക്വയേഴ്സ് ഓൺലി 1 ആർഗ്യുമെൻറ്റ്. എന്താണ് ആർഗ്യുമെൻറ്റ്? വിച്ച് ഇസ് എ പൊസിഷൻ. ഏത് പൊസിഷനിൽ നിന്നാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടത് വെച്ചാൽ ആ പൊസിഷൻ മാത്രമാണ് ഈ ഓപ്പറേഷന് ആർഗ്യുമെൻ്റായിട്ട് ആവശ്യമുള്ളൂ. ആക്ച്വലി റിമൂവൽ ഓപ്പറേഷൻ ഇസ് വെരി ഈസി. യു സിംപ്ലി ടേക്ക് ദ എലമെൻറ്റ്. ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ഒരു എലമെൻ്റ് ഇങ്ങനെ എടുത്താൽ മതി, എന്നാൽ റിമൂവലായി. ബട്ട് ദ പ്രോബ്ലം ഇസ് ദർ വിൽ ബി എ ഗ്യാപ്പ് ആൻഡ് വി ഓൾവേസ് വോണ്ട് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ്. ആ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. എങ്ങനെ നമുക്ക് ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറ്റുക? വി ക്യാൻ ഫിൽ ദ ഗ്യാപ്പ് ഓൺലി ബൈ പെർഫോമിങ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ. ഈ എലമെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള എലമെൻറ്റിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഡിലീഷൻ അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ഇവിടെ ഹിയർ വി ഹാവ് ആൻ അറേ എ whose maximum size is 5 and there are now 5 elements in this array and we want to do deletion. So delete a, 2. നമുക്ക് a എന്നുള്ള അരയിലത്തെ സെക്കൻഡ് പൊസിഷനിലത്തെ എലമെൻറ്റിനെ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അരേ എംപ്റ്റി ആണോ അല്ലയോ എന്ന് മാത്രമാണ്, മറ്റൊന്നും ശ്രദ്ധിക്കാനില്ല. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇനഫ് സ്പേസ് ഉണ്ടോ നോക്കണം. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്റ്റി ആണോ, അതായത് അണ്ടർഫ്ലോ എന്നുള്ള കേസ് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ 2 എന്നുള്ള പൊസിഷനിലത്തെ 15 നമുക്ക് റിമൂവ് ചെയ്യണം. ആദ്യം നമ്മൾ യു ടേക്ക് ദ എലമെൻറ്റ് അറ്റ് ദ പൊസിഷൻ 2 എന്നുള്ള പൊസിഷനിലത്തെ എലമെൻറ്റിനെ എടുക്കുക. അത് വളരെ എളുപ്പമാണ്. സിംപ്ലി യു കോപ്പി ഇൻ ടു ദ വേരിയബിൾ. ഒരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്താൽ മതി. സോ ദിസ് പൊസിഷൻ വിൽ ബി വേക്കൻറ്റ്. വി വോണ്ട് ടു ഫിൽ ദ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ദിസ് 20 is shifted left,
30 should also be shifted. Then 40 should also be shifted left. So here we are doing left shift operations. നോക്കിക്കോളൂ, after deletion your array look like this. First position 10, second position 20 ആയി, third position 30, fourth position 40. So ultimately deletion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ഈസിയാണ്. ഓരോ ith എലമെൻറ്റും i-1 എന്ന പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മുതലാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പൊസിഷൻ +1 ആണ്. നോക്കിക്കോളൂ, ഇവിടെ പൊസിഷൻ 2 ആണ്. അപ്പോൾ 2 + 1 3 മുതലാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊസിഷൻ +1 മുതൽ ലാസ്റ്റിലത്തെ എലമെൻറ്റ് വരെ ആ എലമെൻറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പലതവണ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ലൂപ്പ് സ്ട്രക്ചർ ആവശ്യമാണ്. നമ്മുടെ അൽഗോരിതം ഉണ്ട്, ഉപയോഗിക്കുന്ന ലൂപ്പ് ഫോർ ലൂപ്പ് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി നോ ദ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് ഇൻ അഡ്വാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽഗോരിതത്തിന് കുറച്ച് C പ്രോഗ്രാമിനോട് ചായ്വുണ്ട്. പിന്നെ ശരിക്കും ഡിലീറ്റ് ചെയ്യുമ്പോൾ അണ്ടർഫ്ലോ എന്നുള്ള കേസ് ചെക്ക് ചെയ്യണം. അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഇതൊരു അൽഗോരിതം അല്ലേ എന്ന ഉദ്ദേശത്തോടു കൂടി. ഹിയർ വി ഹാവ് ആൻ array A with n elements and this algorithm deletes the value at the position POS. POS എന്ന പൊസിഷനിലേക്ക് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാണ്. നമുക്ക് അൽഗോരിതം നോക്കാം. അൽഗോരിതം ഡിലീറ്റ് A, N, pos, item. 4 ആർഗ്യുമെൻറ്റ്സ് ആണ്. A നിങ്ങൾക്കറിയാം, നെയിം ഓഫ് ദ array. N is the number of elements currently present in the array, and POS is a position from where we are removing the element, and this variable item holds the value at this position. Next, item is equal to A of pos. That is, നമ്മുടെ റിമൂവ് ചെയ്യേണ്ട ഏത് പൊസിഷനിലാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ പൊസിഷനിലുള്ള പ്രീവിയസ് വാല്യൂവിനെ നമ്മൾ ഐറ്റം എന്ന വേരിയബിളിലേക്ക് കോപ്പി ചെയ്തു. ഇനി നമുക്കത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ ഓരോ എലിമെൻറ്റിൻ്റെ ith പൊസിഷൻ i is equal to pos +1, i less than or equal to n, i++. ഓരോ ith എലിമെൻറ്റും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, A of i-1. ഈ ഫോർ ലൂപ്പിലാകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഫോർ ലൂപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്പർ ഓഫ് ഇറ്ററേഷൻസ് മുന്നേ കൂട്ടി അറിയണതുകൊണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിച്ചു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഡിലീഷൻ ആണല്ലോ ചെയ്തത്, അതുകൊണ്ട് നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് ഡിക്രീസ് ചെയ്യാം. സോ n സെറ്റ് ടു n-1. ഇതാണ് ഡിലീഷണൽ ഓപ്പറേഷനിൽ പറയാനുള്ളത്. ഇത് അൽഗോരിതം ആയതുകൊണ്ട് ഞാൻ ഐറ്റം റിട്ടേൺ ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല. അതേപോലെ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഒന്നും കാണിച്ചില്ല. നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് മോഡിഫിക്കേഷൻ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. ഒരു ഓപ്പറേഷൻ നിലയ്ക്ക് ഉൾപ്പെടുത്തി എന്ന് മാത്രം. മോഡിഫിക്കേഷൻ മീൻസ് മോഡിഫൈങ് ദ വാല്യൂ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ ഇൻ ദ array. ഒരു അറേയിലത്തെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലത്തെ വാല്യൂ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾഡ് വാല്യൂ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂ വാല്യൂ. സോ ദിസ് ഓപ്പറേഷൻ റിക്വയർ 2 arguments. One is a position where we want to modify and the new value to be modified. So 2 arguments are needed. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. Here we have an array A having 5 locations and 5 elements are also there, and here we are going to modify the position 2 where we want to store the new value 200. A എന്നുള്ള അറേയിലത്തെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഇത്തെ വാല്യൂ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം. 20 എന്നാണ് ഓൾറെഡി ഉള്ളത്, നിങ്ങൾ കാണുന്നുണ്ട്. അത് മാറ്റിയിട്ട് എന്താക്കണം? 200 ആക്കണം. ഒന്നുമില്ല, ഇവിടെ ഒന്നും ഷിഫ്റ്റിംഗ് ഒന്നും ആവശ്യമില്ല. ആ പൊസിഷനിലത്തെ വാല്യൂ നമ്മളൊന്ന് മാറ്റുകയാണ്. സെക്കൻഡ് പൊസിഷനിൽ ഈ പുതിയ വാല്യൂ 200 അവിടെ പ്ലേസ് ചെയ്യുക മാത്രമാണ് ചെയ്യണത്. സോ ആഫ്റ്റർ മോഡിഫിക്കേഷൻ ലുക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഫസ്റ്റ് പൊസിഷനിൽ 10, സെക്കൻഡ് പൊസിഷനിൽ 20 മാറിയിട്ട് എന്തായി? 200 ആയി. ബാക്കിയുള്ള പൊസിഷനൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ മോഡിഫിക്കേഷൻ എന്ന പ്രൊസീജിയർ വളരെ എളുപ്പമുള്ളതാണ്. സിംപ്ലി യു ചേഞ്ച് ദ വാല്യൂ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ. ഒരു ചെറിയൊരു അൽഗോരിതം രൂപത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് A be an array with n elements. This algorithm modifies the value at a position POS by item. Item എന്ന വേരിയബിളിൻ്റെ വാല്യൂ കൊണ്ട്
POS എന്ന പൊസിഷനിലത്തെ വാല്യൂവിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു. 3 ആർഗ്യുമെൻറ്റ്സ് n ഇവിടെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രം. കാരണം ഈ ഒരു പ്രൊസീജിയറിന് നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒന്നും മാറ്റുന്നില്ല. സോ ന്യൂ ഐറ്റം ഈസ് പ്ലേസ്ഡ് അറ്റ് ദിസ് പൊസിഷൻ. ഓൾഡ് വാല്യൂ വിൽ ഓൾവേസ് ഓഫ് കോഴ്സ് ബി ഡിലീറ്റഡ്. ഇതാണ് മോഡിഫിക്കേഷൻ എന്നൊരു പ്രൊസീജിയറിനെ കുറിച്ച് പറയാനുള്ളത്, ഓപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത്. One more operation remains, which is reversal operation. Reversal means reversing the entire array. Array മുഴുവനായിട്ട് റിവേഴ്സ് ചെയ്യുന്നതിനാണ് റിവേഴ്സൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This reversal operation is mainly performed by using swapping. That is, by swapping the elements, we are reversing the array. Swapping means interchanging. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റിവേഴ്സൽ നടത്തുന്നത് നമുക്ക് നോക്കാം. ഇവിടെ A എന്ന് പറഞ്ഞിട്ടൊരു array having 5 locations and 5 elements are also there, and we are going to reverse this array, reverse A. After reversal, A looked like this. What happened? The last element of the array is now at the first position. Next, second last is at the second position. 30 remains as it is, and the second is at the 4th position, and element at the first position is now at the last position. Okay, so now our entire array is reversed. നമ്മുടെ array മൊത്തമായിട്ട് റിവേഴ്സ് ചെയ്തു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ സ്വാപ്പിംഗ് ആണ് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞു. ഈ 1ാമത്തെയും 5ാമത്തെയും പൊസിഷനിലത്തെ എലമെൻറ്റ്സ് രണ്ടും കൂടി നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. So this 10 and 50 are interchanged. Then 2nd and 4th are interchanged. കഴിഞ്ഞു. 3rd പൊസിഷനിലത്തെ എലമെൻറ്റിന് മാറ്റില്ല, കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഡാണ്. അതുകൊണ്ട് നടുക്കിലത്തെ ഒരു എലമെൻറ്റിൻ്റെ വാല്യൂവിന് മാറ്റില്ല. ഇത് ഈവൺ ആയിരുന്നുവെങ്കിലും എളുപ്പത്തിൽ ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് തന്നെ സാധിക്കാം. 6 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ 1ാമത്തെയും 6ാമത്തെയും കൂടി മാറ്റുക, 2ാമത്തെയും 5ാമത്തെയും കൂടി മാറ്റുക, 3ാമത്തെയും 4ാമത്തെയും കൂടി മാറ്റുക. അപ്പോൾ സ്വാപ്പിംഗ് എന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ കൊണ്ട് നമുക്ക് റിവേഴ്സൽ ഈസി ആയിട്ട് സാധിക്കും. നമുക്കിവിടെ ചെറിയൊരു അൽഗോരിതം നമുക്കുണ്ട്, നോക്കാം. അൽഗോരിതത്തിൽ ആദ്യം A, B an array with n elements, and this algorithm reverses the entire array. So 2 parameters A and n. Here 2 variables, control variables are needed. One is I, another one is j. I starts from 1, j starts from n. അതുകൊണ്ട് തന്നെ ഓരോ തവണ ചെയ്യുമ്പോഴും I ഇൻക്രിമെൻറ്റ് ചെയ്യുകയും j ഡിക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. ഏതുവരെയാണ് ചെയ്യണത്? I ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ആയിരിക്കുന്നിടത്തോളം കാലം ചെയ്യുക. I j-നേക്കാളും കൂടിക്കഴിഞ്ഞാൽ നിർത്താം. ഇനി സ്വാപ്പിംഗ്, അതായത് ഇൻ്റർചേഞ്ചിങ്, നിങ്ങൾക്കറിയാം ഇൻ്റർചേഞ്ചിങ് ഒരു ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. സോ t is equal to a of I, ith പൊസിഷനിലത്തെ വാല്യൂ t എന്ന ടെമ്പററി വേരിയബിളിലേക്ക് കോപ്പി ചെയ്തു. ഞാൻ jth പൊസിഷനിലത്തെ വാല്യൂ a of I വെച്ചു. ദെൻ a of I-ൽ j-ൽ നമ്മൾ എന്ത് വെച്ചു? t വെച്ചു. അങ്ങനെ ഐയും ജെയിലും വാല്യൂസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെ ഇത് ഇങ്ങനെ ചെയ്തത് മുഖാന്തരം നമുക്ക് റിവേഴ്സൽ എന്ന ഓപ്പറേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അരേയുടെ 4 അതർ ഓപ്പറേഷൻസ് ആയിട്ട് കണക്കാക്കാനുള്ളത്. സോ ആസ് എ ഹോൾ അരേ ഹാസ് 6 operations, 2 basic operations and 4 other operations. These other operations are performed based on these basic operations, extraction and storing. Okay, thank you. Here we are discussing how to represent a one-dimensional array in memory. That is, we are looking how programming languages they implement one-dimensional arrays, how they easily locate individual locations in an array. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. General theory is, in an array, elements are stored at contiguous locations. ഒരു അരേയിൽ എലമെൻറ്റ്സ് എപ്പോഴും തൊട്ടടുത്തടുത്തുള്ള ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ വെൻ യു ഡിക്ലെയർ എൻ ഇൻറ്റിജർ അരേ വിത്ത് സൈസ് n, ഒരു n സൈസിലൊരു ഇൻറ്റിജർ അരേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യുവർ സിസ്റ്റം വിൽ റിസർവ് n successive locations, each capable of holding a single integer value.
നിങ്ങളൊരു ഇൻറ്റിജർ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടുത്തടുത്തുള്ള n ലൊക്കേഷൻസ് റിസർവ് ചെയ്യും. ഓരോ ലൊക്കേഷനും ഒരു ഇൻറ്റിജർ വാല്യൂവിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ലൊക്കേഷനുകളുടെ ഈ സക്സീവ് ലൊക്കേഷനുകളിലത്തെ ആദ്യത്തെ ലൊക്കേഷൻ്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. That is, the address of first of these locations is called base address or starting address. ഈ ബേസ് അഡ്രസ്സിന് കുറച്ച് പ്രാധാന്യമുണ്ട്. ഈ ബേസ് അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റു ലൊക്കേഷനുകളുടെ എല്ലാം അഡ്രസ്സ് സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. ഈ ബേസ് അഡ്രസ്സ് എപ്പോഴും ഒരു അരയുടെ നെയിമിൽ അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന അരയുടെ പേര് എ എന്നാണെങ്കിൽ എ ഹോൾഡ് ഓൾവേസ് എ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓർ ബേസ് അഡ്രസ്. നിങ്ങൾ നോക്കിയാൽ മതി, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ആ എ പ്രിന്റ് ചെയ്ത് നോക്കൂ, ആ എയിൽ ആ അരയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതായത് ആ ലൊക്കേഷനിലായിരിക്കും അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പിന്നെ വീണ്ടും നോക്കാം. ഹിയർ വി ഹാവ് ആൻ അരേ എ ഹാവിംഗ് 5 locations. Each one is a character variable. So when you declare so and so, system will reserve 5 locations which are very contiguous. The base address is 100. അല്ലേ, ആദ്യത്തെ ലൊക്കേഷൻ്റെ അഡ്രസ് 100 ആണ്. ആ 100 എന്ന ലൊക്കേഷനിലെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറയും. ഞാൻ പറഞ്ഞു ആ അഡ്രസ്സ് എ എന്ന വേരിയബിളിൽ അവൈലബിൾ ആവും. അതുപോലെ തന്നെ അവിടെ A0, A1, A2, A3, A4 ഇങ്ങനെ എലമെന്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ബേസ് അഡ്രസ് ഈക്വൽ ടു 100. ഇനി ഓരോ ലൊക്കേഷൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അഡ്രസ് ഓഫ് 0th എലമെന്റ് ഇസ് ഈക്വൽ ടു ബേസ് അഡ്രസ് പ്ലസ് 0. ഇവിടുത്തെ ബേസ് അഡ്രസ് 100 ആണ്. 100 പ്ലസ് 0 ഈക്വൽ ടു 100. നിങ്ങൾ കാണുന്നുണ്ട് A0ന്റെ അഡ്രസ് 100 ആണ്. അതേപോലെ തന്നെ അഡ്രസ് ഓഫ് ഫസ്റ്റ് എലമെന്റ് ഇസ് ഈക്വൽ ടു ബേസ് അഡ്രസ് പ്ലസ് 1. ദാറ്റ് ഈസ് 100 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 101. So generally the address of ith element is equal to base address plus I. നോക്കിക്കോളൂ, തേർഡ് എലമെന്റിന്റെ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് അഡ്രസ് ആയിട്ടുള്ള 100 പ്ലസ് 3 ആണ്. സോ ബൈ യൂസിങ് ദിസ് ഫോർമുല ദ programming languages, they can easily locate each individual locations, or they can easily find out the address of each location. And here we have declared a character array. So you know in C, this character data type requires 1 byte to hold its value. This may not be the case always. എല്ലാ സമയത്തും എല്ലാ ഡേറ്റ ടൈപ്പിനും 1 byte ആയിക്കൊള്ളുന്നില്ല. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ആർ അരേ ഈസ് എൻ ഇൻറ്റിജർ അരേ. ഒരു ഇൻറ്റിജർ അരേ ആണ് നമ്മുടെ കയ്യിലുള്ളത് വിചാരിച്ചോളൂ. നിങ്ങൾക്കറിയാം സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ഇൻറ്റിജർ എലമെന്റ് വിച്ച് റിക്വയർ 2 bytes. ഒരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് 2 bytes വേണം ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ. അപ്പം ആ സാഹചര്യത്തിൽ എന്താണ് വരുന്ന മാറ്റം നമുക്ക് നോക്കാം. So in an integer array int a of 5, what happened here is again 5 locations are reserved. They are successive locations. Each location is capable of holding an integer value. ഒരു ഇൻറ്റിജർ വാല്യൂ ഹോൾഡ് ചെയ്യാൻ 2 byte വേണം. അതുകൊണ്ടാണ് ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 byte കൂടിയതാണ്. ഞാനിവിടെ എങ്ങനെ കാണിച്ചുള്ളൂ എന്ന് മാത്രം. ഇവിടെ 100ഉം 101ഉം കൂടെ ഒന്നിച്ചാണ്. അതിലാണ് A0 സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇവിടെ 102ഉം 103ലുമാണ് A1 സ്റ്റോർ ചെയ്തിട്ടുള്ളത്. A2 104ലും 105ലും, A3 106ലും 107ലും, A4 108ഉം 109ഉം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം A0ന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 100 ആയിട്ടാണ് നമ്മൾ പറയാറ്. 100ലും 101ലും ഉണ്ടെങ്കിൽ കൂടി A0ന്റെ അഡ്രസ്സ് 100 എന്നേ നമ്മൾ പറയാറുള്ളൂ. അതന്നെയാണ് ഇവിടുത്തെ ബേസ് അഡ്രസ്. അപ്പം ചെറിയൊരു മാറ്റം. ഇവിടെ അഡ്രസ് ഓഫ് ദ 0th എലമെന്റ് ഇസ് ഈക്വൽ ടു ബേസ് അഡ്രസ് പ്ലസ് 0 into 2. അതായത് 100 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 100. ബട്ട് വാട്ട് അബൌട്ട് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ്? ഒന്നാമത്തെ എലമെന്റ് അഡ്രസ് എന്താണ്? നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് A1 എന്നതിൻ്റെ അഡ്രസ് 101 അല്ല 102 ആണ്. എങ്ങനെ ഹൗ ദിസ് 102 ഈസ് അച്ചീവ്ഡ് ഓർ ഇസ് ഒബ്റ്റെയിൻഡ്? എങ്ങനെ ഈ 102 കിട്ടിയത് നമുക്ക് നോക്കാം. ബേസ് അഡ്രസ് പ്ലസ് I into 2. ഹിയർ വാട്ട് ഇസ് 2? 2 സ്റ്റാൻഡ്സ് ഫോർ ദി സൈസ് ഓഫ് ദി ഡേറ്റ ടൈപ്പ്. ഈ 2 ഡേറ്റ ടൈപ്പിൻ്റെ സൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്. അതിൻ്റെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയൂ? 2 ആണ്. സോ 100 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 102. അതുപോലെ തന്നെയാണ് അഡ്രസ് ഓഫ് 2. സെക്കൻഡ് എലമെന്റ് അഡ്രസ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ബേസ് അഡ്രസ് പ്ലസ് 2 into 2 എന്നാണ് വരിക. സോ 2 into 2 is 4. 4 plus 100 is equal to 104. സോ അഡ്രസ് ഓഫ് ദി
second element will be 104. So generally the address of ith element is equal to base address plus I into size of each location. അപ്പം നേരത്തെ ഫോർമുലയിൽ നിന്ന് ചെറിയൊരു മാറ്റമായി. നേരത്തെ ഫോർമുലയിൽ എന്തുണ്ടായിരുന്നുള്ളൂ? ബേസ് അഡ്രസ് പ്ലസ് ഐ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇഫ് ദ ഐ ഇൻറ്റു സൈസ് ഓഫ് ഈച്ച് ലൊക്കേഷൻ എന്നും കൂടെ പറയുന്നുണ്ട്. ഈ രീതിയിലാണ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും അറേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്.